ഇപ്പോൾ മനാഫ് ലോറി ഉടമ സംസാരിക്കുകയാണ്. അതിലേക്ക് പിടിക്കലൊക്കെ അരമണിക്കൂർ ടൈമിന് DC-ന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എത്തിക്കുന്നു. ഇപ്പൊ ക്രെഡിറ്റ് അങ്ങനത്തെ ആയിരിക്കും മിക്കവാറും. ഇപ്പൊ ഒരു പറയുന്നത് എന്താ പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ എടുത്ത് ചെന്നിട്ട് ഞാൻ ഈ ആളുകളെ മൊത്തം ലിസ്റ്റ് കൊടുക്കാൻ പേരും മറ്റുള്ള വിവരങ്ങളും കൊടുത്തിട്ട് ഈ അങ്ങനെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അരമണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓല പണി തുടങ്ങുന്നത് ആയിരിക്കും. DSP ആയിരിക്കും. മിലിറ്ററി പറയുന്ന നമ്മൾ ജോയിന്റ് ലൊക്കേഷൻ ചെയ്ത് ഇനി മഴ വരുന്നതിന് മുമ്പേ നിങ്ങൾ കൊടുക്കാണ്. ഓരോരോ പണി തുടർന്നു കൊടുക്കുന്നുണ്ട്. മനാഫാണ് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ മഴയും പ്രതികൂല കാലാവസ്ഥയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ റേഞ്ചും കണക്ഷനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. രഞ്ജിത്തിന് മോന്തൊക്കെ ഒരു അടിയൊക്കെ കിട്ടിക്കണെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട്. അടി തുടങ്ങിയിട്ടാണ് ഇപ്പൊ രഞ്ജിത്ത് അവിടെ ഇല്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഓഫീസറോട് പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പോയിക്കോളാം, ഇതിനു വേണ്ടിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം, ഇവരെല്ലാരും പുറത്താക്കരുത്. അപ്പൊ അരമണിക്കൂർ ഇവർക്ക് അവിടെ ഇപ്പൊ നിൽക്കാനുള്ള പെർമിഷൻ അയക്കുന്നു. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ തടയല്ലേ, ഇതിപ്പോ സ്ലോ ആയില്ലേ. ഈ അടിന്റെ ഇടയിൽ എല്ലാരും നോക്കി നിൽക്കുമല്ലോ, അങ്ങനെയാണ് ഇപ്പൊ സ്ലോ ആയിരുന്നു. അതെ, അല്ല രക്ഷാപ്രവർത്തനം നമ്മൾ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളവിടെ ഒരു 100-150 ആൾക്കാരുണ്ട്. ഞാൻ ആ 100-150 ആൾക്കാർ പേര് ഒറ്റ പേര് മാത്രം എഴുതാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ 2 ദിവസം വേണ്ടി വരും. നമ്മൾ ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ മേലെ ഉണ്ടല്ലോ, മലയാളികളല്ല. സൈറ്റ് ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ പിന്മാറണം എന്നാണ് പറയുന്നത്. മണ്ണിടിച്ചിലിന്റെ സാധ്യത ഒരു കാരണം പറയണേ, മിലിറ്ററിക്കാർക്ക് നമ്മളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവന് ഭീഷണി ഉണ്ട്, ഇത് എപ്പോഴും ഇടിയുന്നാ പറയണത്. സൈറ്റ് ഇത് തന്നെ പറയണത് ഇതുവരെ ഇടിഞ്ഞില്ല. സൈറ്റ് ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ പിന്മാറണം എന്നാണ് പറയുന്നത്. മണ്ണിടിച്ചിലിന്റെ സാധ്യത ഒരു കാരണം പറയണേ, മിലിറ്ററിക്കാർക്ക് നമ്മൾ കാരണം ബുദ്ധിമുട്ടാണെന്ന് പറയണേ. ഇതൊന്നുമില്ല. മെയിൻ ആയിട്ട് എഫക്റ്റീവ് പണി നടന്നുകൊണ്ടിരിക്കണ മലയാളികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. ഇങ്ങനെ ഓരോ തടസ്സങ്ങളല്ലേ. ഇന്ന് രാവിലെ ഇതന്നെയാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിങ്ങളുടെ ആവശ്യം, അതിന്റെ മേത്തടക്കം എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അവരൊക്കെ നല്ല ബന്ധങ്ങളല്ലേ. ഈ വരുന്ന ആളുകൾ വെറുതെ ഇങ്ങനെ ഓരോ ഷോ, അവർക്ക് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കണം എന്നുള്ളതാണോ സർക്കാരിന്റെ ഭാഗത്ത്? എന്തിനാ അറിയില്ല. ഞാൻ ഇപ്പൊ ചോദിച്ചു എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. വെറുതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നാ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പൊ സമയം എത്ര ആയിണ്ടാവും? ഈ സമയത്താണ് വന്നത്, എന്നാ രാവിലെ വന്നൂടെ? അതൊന്നും ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. എവിടാണോ സിഗ്നൽ വരുന്നത് അവിടെ ഒരു പണി എടുക്കണ്ടേ. അത് മണ്ണ് മാറ്റുന്നതിന് നമ്മളാരും തടസ്സമല്ലല്ലോ. ഇല്ല, നമ്മൾ മണ്ണ് മാറ്റി പോകണം എന്നല്ലേ പറയണത്. അവര് പിന്നെ എന്തിനാണ് ഇത് മാറ്റാൻ പറയുന്നത്? സുരക്ഷാ കാരണങ്ങൾ. ഓൾറെഡി വാഹനങ്ങൾ കുറവാണ്. ഈ ലോറി ഒക്കെ കേട് വന്ന് കിടക്കുകയാണ്. ലോറി ആകെ 4 എണ്ണം ഉള്ളു കയ്യിൽ. ഉള്ള 4 എണ്ണം വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ലോങ്ങിലേക്ക് വരണ്ടഞ്ഞി അടുത്ത എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടോളി. എന്നാ പിന്നെ എന്താ നിങ്ങളിത്ര ലോറി ഇല്ല, ഞമ്മക്കാണെങ്കിൽ ഇവിടെ ഇത്ര ദൂരം മറ്റേ നമ്മളെ കേരളത്തിൽ നിന്ന് ലോറി എത്തിക്കാൻ കഴിയൂല. അപ്പൊ ഉള്ളത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടോളി. ഈ കളക്ടർ നമുക്ക് കളക്ടർക്ക് പോകണം. നമുക്ക് എംപിയോട് ചോദിച്ചാൽ നമുക്ക് MP ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എംപിയോട് സംസാരിക്കാം. എംപിയോട് സംസാരിക്കാം. ഇങ്ങോട്ട് വന്നുകൊണ്ട് രഞ്ജിത്തിന് ഭയങ്കര സങ്കടം ഉണ്ട് കിട്ടിയില്. അതൊന്നും ഞാൻ പറഞ്ഞു ഇത് രഞ്ജിത്തിന് ഭയങ്കര സങ്കടം ഉണ്ട് കിട്ടിയില്. അതൊന്നും ഞാൻ പറഞ്ഞു ഇത് എനിക്ക് തേക്കണ്ടായതുകൊണ്ട്. രഞ്ജിത്തിന് അവർക്ക് മനസ്സിലായില്ലേ? അവർക്ക് മനസ്സിലായില്ലേ? പറഞ്ഞു ഞാനിപ്പോ ഉന്തും തള്ളും പ്രശ്നം ഉണ്ടായത്. ഞാൻ പറഞ്ഞു നമ്മളെ ഇപ്പം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഈ രഞ്ജിത്താണ്. നമുക്ക് അവൈലബിൾ ആയ രഞ്ജിത്താണല്ലോ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളത്. രഞ്ജിത്തിനെ നിങ്ങൾ കൈ വെച്ചത് ശരിയായില്ല പറഞ്ഞു. അപ്പോ അയാൾ പറയണത് വെച്ചില്ല. ഇവര് ക്യാമറ ഇല്ലാത്തതിനുണ്ട്
ഞമ്മക്ക് ഈ ഇത് കിട്ടില്ല. പക്ഷേ ഈ കച്ചറിന്റെ അടിപിടിന്റെ വീഡിയോസ് ഞാൻ കുറെ എണ്ണം എടുത്തിക്കണ്, എന്റെ കയ്യിലുണ്ട്. ഓ നേതൃത്വത്തിലാണോ? അതെ അതെ അതെ, DSP തന്നെ ആണെന്ന് തോന്നുന്നു. റാങ്ക് എന്താന്ന് എനിക്കറിയില്ല. ഇല്ല, SP ക്കാണ് ഇപ്പൊ അവിടെ അസിസ്റ്റന്റ് കളക്ടർ ആരോ ഒരാളുണ്ട്, അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ട്, ഒരു ലേഡി, ഒരു ചെറുപ്പക്കാരി. അതെ, അതൊക്കെ ഏറ്റവും വലിയ റാങ്ക് ആയിരിക്കുമല്ലോ ഇപ്പൊ SP-നെ കാട്ടിയും. അസിസ്റ്റന്റ് കമ്മീഷൻ രാവിലെ പറഞ്ഞിട്ട് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ലെന്നാ. അതെ, ഇവർ ഇതിനെന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യമോ? ഇതിൽ വേറെ ഒരു ഇതും ഇല്ലല്ലോ, കാഴ്ച ബംഗ്ലാവ് ഒന്നല്ലല്ലോ. നമ്മളൊരാള് കുടുങ്ങി കിടക്കണേ ജനങ്ങൾ കാണണ്ടേ? നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. MP ഇപ്പൊ ഇങ്ങോട്ട് വരും, MLA ആയിട്ട് നമുക്ക് സംസാരിക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു തീർപ്പുണ്ടാക്കാൻ നോക്കാം. ഈ ലിസ്റ്റ് പക്ഷേ ഉണ്ടാകാൻ നിങ്ങൾ എന്തായാലും ഒരു അപേക്ഷ കൊടുക്കേണ്ടി വരും. കാരണം ആ ഭാഗത്ത് റെസ്ക്യൂ മിഷൻ നടത്തുന്ന ഇത്രയും പേരുകൾ ഉണ്ട് എന്നുള്ള കാര്യം അത് നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. പരിഭ്രാന്തിയുടെ ആവശ്യമില്ല, അത് സംസാരിച്ചിട്ട് വരാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളാണ് നമ്മൾ ഈ പ്രതീക്ഷയുടെ മുന്നിൽ നിൽക്കുമ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാളികളുടെ രക്ഷാസംഘത്തെ അവിടെ തടയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് നേതൃത്വം നൽകുന്ന രഞ്ജിത്തിനെ മർദ്ദിച്ചുവെന്നാണ്, പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നാണ് ഇപ്പോൾ മനാഫ് ലോറി ഉടമ നമ്മളോട് പറയുന്നത്. അവരെയെല്ലാം മാറ്റി നിർത്തിയിരിക്കുന്നു. അവിടെ വൃത്തിക്ക് ഇപ്പോൾ ജോലി നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. സിജു, വീണ്ടും ആശങ്കയാവുകയാണ്. ഒരു മിനിറ്റ് പണി നിർത്തി വെച്ചാൽ അത് വീണ്ടും സമയം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ മലയാളികളായ രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല, അതിന് നേതൃത്വം നൽകുന്ന രഞ്ജിത്തിനെ മർദ്ദിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് മനാഫ് പറഞ്ഞു വെക്കുന്നത്. സാഹചര്യം കൂടുതൽ ഗൗരവതരവും വഷളാവുകയും ചെയ്യുകയാണ്. മനു, ഞാൻ നേരത്തെ തന്നെ ലൈവിൽ സൂചിപ്പിച്ചിരുന്നു, ഈ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെ, രക്ഷാപ്രവർത്തകരെ മാറ്റാനുള്ള ഒരു നീക്കം അതിനകത്ത് നടക്കുന്നുണ്ട്. ഇസ്രയേലി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ 150-ലധികം പേർ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കോഴിക്കോട്, മുക്കം, അതോടൊപ്പം തന്നെ കൂരാച്ചുണ്ട്, ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും, കണ്ണൂരിൽ നിന്നും, പയ്യന്നൂരിൽ നിന്നും എല്ലാം തന്നെ മലയാളികൾ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തകർ, രക്ഷാപ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ എത്തി ഈ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷെ അവരോടെല്ലാം തന്നെ ഇപ്പോൾ അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് പറയുന്നത്. എന്ത് കാരണം പറഞ്ഞാണ് ഇത് ചെയ്യുന്നത്? കാരണം ഇപ്പോൾ മനാഫ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ സൈന്യത്തിന് അവരവിടെ നിൽക്കുന്നതിൽ എതിർപ്പില്ല, സൈന്യം അവരോട് ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. ഈ സംസ്ഥാന സർക്കാർ, അതായത് കർണാടക സർക്കാരും ജില്ലാ ഭരണകൂടവുമാണ് ഈ അപകട ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സൈന്യത്തിനില്ലാത്ത എതിർപ്പ്, ഈ എക്സ്പീരിയൻസ് ഉള്ള സൈന്യത്തിനില്ലാത്ത എതിർപ്പ് എന്തുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന് വരുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ആ സൈന്യത്തിന്റെ കമാൻഡറും രഞ്ജിത്തും ഒരുമിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. അവരെ കൂടി അവരുടെ ഒരു സേവനം കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് സൈന്യം ഉണ്ടായിരുന്നത്. അവരുടെ സഹായം കൂടി ആവശ്യമാണ് എന്ന തരത്തിൽ സൈന്യം ആ സമയത്ത് തന്നെ സംസാരിച്ചിരുന്നു. സൈന്യത്തിന് ഇത്തരത്തിലൊരു പരാതിയില്ല, അവരെ സഹായിക്കുന്നതിലൊന്നും പരാതിയില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നത് സൈന്യത്തിന് ഈ ആളുകളുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാകുന്നു എന്ന് പറഞ്ഞാണ് ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എത്തി ഇപ്പോൾ ഇവരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് പറയുന്നത്. ഏതായാലും അതിന്റെ ദൃശ്യങ്ങളടക്കം തരാമെന്നാണ് മനാഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെ മോശം രീതിയിലുള്ള സമീപനം ഈ മണിക്കൂറുകളിലും തുടരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ സംഘർഷമൊക്കെ ഉണ്ടായതോടെ ഇപ്പോൾ ഈ മണ്ണു മാറ്റുന്ന പ്രവൃത്തി തടസ്സപ്പെട്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗൗരവതരമാകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിക്കും. ഇത്രയും വൈകി, ഇനി വീണ്ടും വൈകുന്ന ഓരോ മിനിറ്റും പ്രതീക്ഷകൾ കുറച്ചുകൊണ്ടുവരും. അതാണ് ഇവിടുത്തെ വിഷയം. മനാഫ് സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. ഈ അനുകൂല കാലാവസ്ഥ നിൽക്കുന്ന സമയത്ത് കൂടുതൽ പരിശോധന നടത്തി മണ്ണ് നീക്കം ചെയ്യേണ്ട സമയത്ത് പകരം കേരളത്തിൽ നിന്നെത്തിയ രക്ഷാദൗത്യത്തിനായി എത്തിയ സന്നദ്ധ പ്രവർത്തകരെയും രക്ഷാപ്രവർത്തകരെയും നീക്കം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് വളരെ ഒരു മോശം പ്രവണതയാണ്. നേരത്തെ ശക്തമായ മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ മഴ മാറി നിൽക്കുമ്പോൾ മണ്ണ് നീക്കം ചെയ്യുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ സമയത്താണ് ഇത്തരത്തിലൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.